السلام عليكم ورحمة الله. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منه وما لم نعلم من شر ما خلق وبرأ وذرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അതൊന്നും പോകൂല. പിന്നെ അപ്പം ഇജാതി അല്ലാത്ത കസാലല്ലേ, ഒരു കസാല നമ്മൾ വാങ്ങി തരണോ? ഇത് കാല് ഇളകുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. പിന്നെ അതോടെ നൊട്ടാവൊന്നും എടുക്കണ്ട, ഞാൻ ആദ്യമൊന്നും വീണില്ല. പിന്നെ ഞാൻ വാങ്ങാൻ ബഹുമാനമുള്ള സുഹൃത്ത് ഹൈദുറുൽ മുസ്ലിയാർ, പ്രിയങ്കരനായ ഓണംപള്ളി മുഹമ്മദ് ഫൈളി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈളി, അൻവർ ഉദവി തുടങ്ങി വേദിയിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, വളരെ മഹത്തായ ഒരു സദസ്സാണ്. ഈ സദസ്സിൻ്റെ പുണ്യം കണക്കിലെടുത്തുകൊണ്ടും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയെ സംബന്ധിച്ച് രണ്ട് വാക്ക് വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്ര ദൂരത്തേക്ക് യാത്ര ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിന്ന് ഇങ്ങോട്ട് പല ഒഴിവുകളും പറഞ്ഞ് ക്ഷണിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. എനിക്ക് കാഞ്ഞങ്ങാട് കാളി ആയതുകൊണ്ട് ജുമാക്ക് പോകാനുണ്ടായതുകൊണ്ടല്ല നാളെ അവിടെ എത്താം. നാളെ ജുമാക്ക് എത്തേണ്ട 2-3 പ്രശ്നങ്ങളുണ്ട് അവിടെ, അതുകൊണ്ട് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ കാളി എന്ന് പറഞ്ഞാൽ അവിടെ 100 മഹല്ലുകളുണ്ട്, അവിടെ എല്ലായിടത്തും കുത്തുബോധമില്ല, ഞാൻ എവിടെയും കുത്തുബോധലുമില്ല, നിക്കാഹിനും പോയില്ല, അങ്ങനത്തെ കാളിയല്ല. അപ്പോൾ അവിടെ എത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുണ്ടായതുകൊണ്ടും പിന്നെ പ്രത്യേകമായിട്ട് ഒരു 2 ഉറൂസിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാളി വരിക എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് ജുമാക്ക് തന്നെ അവിടെ എത്തണം. അപ്പോൾ ഒന്ന് ജുമാൻ്റെ ശേഷം, ഒന്ന് രാത്രി മഗ്‌രിബിൻ്റെ ശേഷം ആയിക്കൊണ്ട്, ഏശാൻ്റെ ശേഷം രാത്രി 10 അപ്പുറം ഉറക്കം വയ്ക്കാൻ എന്നുള്ള സമ്പ്രദായം എനിക്കൊട്ടില്ലേനും. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേനും ഉറങ്ങണം, അതൊരു നിർബന്ധമാണേനും. അപ്പോൾ ഇവിടെയും തന്നെ വേഗം ഒഴിവായി കിട്ടുന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിങ്ങനെ പരിപാടി തുറന്നു പോണ പരിപാടി ആയതുകൊണ്ട് അത് വെച്ചോ. പിന്നെ വെക്ക് ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈളിനോടൊക്കെ പറഞ്ഞ് ഈ അവസരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയതാണ് എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കേണ്ടത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഗ്‌രിബിൻ്റെ ശേഷമാണ്. ഏതായാലും വളരെ അനുഗ്രഹീതമായ ഒരു മജ്‌ലിസാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസുള്ള, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുള്ള, ഇതിലെല്ലാം ഉപരി നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ ജില്ലൻ്റെ എല്ലാമായിരുന്ന തയ്യൂർ കുഞ്ഞമ്മൂസിയാർ അവർ സ്മരിക്കപ്പെടേണ്ടതിന്. അപ്പോൾ ഈ മഹത്തുക്കളൊക്കെ സ്മരിക്കപ്പെടുന്ന ഈ മജ്‌ലിസ് വളരെ പുണ്യമായ മജ്‌ലിസാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പുണ്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ പുണ്യം മനസ്സിലാക്കിയും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഇവിടെ കഴിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയെ സംബന്ധിച്ചും കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ പലർക്കും പലതും പറയാനുണ്ടാവും. അതിപ്പോൾ അവർ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ എല്ലാവരും പറയണത് ഞങ്ങളൊക്കെ മൂപ്പര ആൾക്കാരാണ്. മൂപ്പര് പോകുമ്പോൾ എന്നോട് ചിരിച്ചിക്കണ്, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പര വണ്ടിമ തൊട്ടു, അല്ലെങ്കിൽ മൂപ്പര പിന്നെ വടി ഞാൻ കണ്ടിക്കണ്. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം അവർ വലിയ ആളാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും മൂപ്പര ആളാണെന്ന് അപ്പം പറയണത്. അത് സന്തോഷമുള്ളൂ നമുക്ക്. ഒരു കവി പറഞ്ഞതുപോലെ വക്കുല്ലുൻ യദ്ദഈ വസ്ലം ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാകാം. എല്ലാവരും പറയും ലൈല എൻ്റെ ആളാണ്, എൻ്റെതാണെന്നൊക്കെ ഓരോരുത്തരും പറയാം. എന്നെ കാണുമ്പോഴാണ് അവൾ ചിരിച്ചത് എന്ന്. അപ്പോൾ മറ്റവൻ പറയാം നിൻ്റെ മുഖത്തേക്ക് നോക്കിയല്ലടോ, എൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൾ ചിരിച്ചത് എന്ന്. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ലൈല ലാ തുഖിറു ലഹും ബിദാക, ലൈല അത് അംഗീകരിച്ചു കൊടുക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയില്ല,
ഇവരൊക്കെ ഷെയ്ഖുനാനായിട്ട് അങ്ങനെ ബന്ധമുണ്ടോ ഇല്ലയെന്നൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറയണത്, ഞാൻ മൂപ്പരെ പറ്റി പറയണത് എൻ്റെ അനുഭവത്തിൽപ്പെട്ടതും ഞാൻ ദീർഘസാക്ഷിയായ വിഷയങ്ങൾ മാത്രമേ ഈ രണ്ട് മഹാന്മാരെ പറ്റി ഞാൻ പറയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടാൽ ഞാൻ അനുഭവപ്പെട്ടതോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ അതിനേക്കാൾ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടിൽ കൂടി തെളിഞ്ഞതാണെങ്കിൽ ഞാനത് തിരുത്താൻ പറയലുണ്ട് എല്ലാ പ്രസംഗകരോടും ഞാൻ കേൾക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഉള്ളതേ പറയാൻ പറ്റുള്ളൂ, ഉള്ളത് പറഞ്ഞിട്ട് തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റിയ വ്യക്തിത്വമാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ കണ്ണിയത്ത് ഉസ്താദാണെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽമയാണെങ്കിലും ഇവരൊക്കെ നമുക്ക് ഉള്ളത് പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ പറ്റിയ വലിയ മഹാന്മാരാണ്. അപ്പോ മുമ്പ് ആരോ ഒരാൾ പറഞ്ഞ പോലെ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് വിശുദ്ധിയാണ്. ആ വിശുദ്ധി അത് ഇവർക്ക് രണ്ടാൾക്കുണ്ടായിരുന്നു, പൂർണ്ണമായ ഒരു വിശുദ്ധി. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബിന്റെ ഗവർണർമാരിൽപ്പെട്ട ഒരുത്തൻ, അയാളൊരു കവിയായിരുന്നു. അപ്പോൾ അയാൾ നൈമിഷിക കവിയാണ്, എന്ത് വിഷയത്തിനെ പറ്റി കവിത ഇങ്ങനെ എഴുതും. അപ്പോൾ ഒരു അവസരത്തിൽ മൂപ്പര ഹൃദയത്തിൽ ഒരു ആശയം വന്നു. എന്താന്ന് ചോദിച്ചാൽ, ഒരു കള്ളു കുടിക്കുമ്പോൾ അവൻ്റെ ഒരു കള്ളിനെ പറ്റിയും അതിനോടനുബന്ധിച്ച സംഗതികളെ സംബന്ധിച്ചൊക്കെ അവൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാമെന്ന്. അപ്പോൾ ഒരു കുട്ടി ചായക്ക് പോയല്ലോ, അവനോട് വേഗം കൊണ്ടുപോകാൻ. അപ്പോൾ ഇവന് ഈ ഉമർ ബിൻ ഖത്താബിന്റെ കീഴിലുള്ള ഈ അമീർ, ഈ ഗവർണർ, അയാളെ ഭാവനയിൽ വന്നതായ ഒരു പാട്ട് പാടി. എന്താ പാട്ട് എന്നറിയോ? അലാ അൽ അത്തൽ ഹസന അന്ന ഖലീലഹ ബിമീസാന യുസ്താ ഫീ റഹീഖിൻ ഫീ സുജാജിൻ വഹന്തമീൻ. മീസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സുഹൃത്തിന്റെ കാമുകി, ആ സുന്ദരിയായ സ്ത്രീക്ക് വിവരം കിട്ടിയിട്ടില്ലേ, അവനിക്ക് പളങ്കിന്റെ പാത്രത്തിലും കള്ളിന് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട പാത്രത്തിലും കള്ളു കുടിപ്പിക്കപ്പെടുന്നുള്ള വിവരം കിട്ടിയിട്ടില്ലേ എന്ന ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി എന്താന്ന് ചോദിച്ചാൽ, ഇദാ ശിഅ്തു വന്നത്നി ദഹഖീനു ഖറിയത്തിൻ വറഖാസത്തുൻ തഹസു അലാ കുല്ലി മിൻസമി. ഞാൻ ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ സർവ്വഗ്രാമ തലവന്മാരും ഞാൻ കള്ളു കുടിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് അവർ നൃത്തം വെക്കും. മാത്രമല്ല, നർത്തകികളായ സ്ത്രീകൾ അവരെ നൃത്തത്തിൻ്റെ എല്ലാ ജാതി നൃത്തങ്ങളും എൻ്റെ മുന്നിൽ അവർ അവതരിപ്പിക്കും ഞാൻ കള്ളു കുടിക്കുമ്പോൾ. മൂന്നാമത്തത് എന്താന്ന് ചോദിച്ചാൽ, ഇദാ കുൻതനദ്മാനി ഫബിൽ അക്ബരിസ്ഖിനി വലാ തസ്ഖിനി ബിൽ അസ്ഖരിൽ മുതസല്ലിമി. എടോ, എനിക്ക് കള്ളു വിളമ്പി തരണവനാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയോ? ആ വലിയ പാത്രത്തിൽ എന്നെ കുടിപ്പിക്കാൻ പാടുള്ളൂ, ആ പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ പാത്രത്തിലൊന്നും കുടിപ്പിക്കരുത്. ലഅല്ല അമീറൽ മുഅ്മിനീന യസൂഉഹു തനാദുമുന ബിൽ ജൗസത്തിൽ മുതഹദ്ദിമി. അമീറുൽ മോമിനീൻ ഉമർ ബിൻ ഖത്താബ് നമ്മൾ ഈ മാളികയിൽ ഇരുന്ന് കള്ളു കുടിക്കുന്നത് മൂപ്പര അറിയുകയാണെങ്കിൽ മൂപ്പർക്കത് വെറുപ്പായിരിക്കും. ഈ കവിത ഉമർ ബിൻ ഖത്താബിന്റെ അടുത്ത് ആരോ കൊണ്ടേ കൊടുത്തു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇതിന്നുള്ള അവസാനത്തെ വരി അത് ആവർത്തിച്ചു പറഞ്ഞു. ലഅല്ല അമീറൽ മോമിനീന യസൂ. ഉമർ ബിൻ ഖത്താബ് എനിക്ക് വെറുപ്പാവുന്ന ഇപ്പോൾ അവൻ പറഞ്ഞല്ലോ. ഏതായാലും ഉമർ ബിൻ ഖത്താബ് അയാൾക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. എന്താ എഴുത്തിന്റെ സാരം എന്ന് പറഞ്ഞാൽ, നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കണം. എഴുത്ത് കിട്ടിയപ്പോൾ അയാൾ ഓടി ഉമർ ബിൻ ഖത്താബിന്റെ അടുത്ത് വന്നു. ബഹുമാനപ്പെട്ടവരെ, ഞാൻ കള്ള് ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടല്ലേ കുടിക്കുക. ഒരു കള്ള് കുടിക്കുന്ന ആളെ ഭാവനയിൽ വരുന്നൊരു പദ്യം, അത് ഞാനൊരു കവി ആയതുകൊണ്ട് എൻ്റെ ഭാവനയിൽ അങ്ങനെ ഒരു പദ്യത്തിന്റെ ചില വരികൾ വന്നു, അത് ഞാൻ പാടിയെന്നുള്ളൂ. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഈ കള്ളു കുടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, കള്ളു കുടിക്കുന്ന ആളല്ലാന്നും എനിക്കറിയാം. പക്ഷേ ഒരു കള്ളുകുടിയൻ പാടുന്ന പാട്ട് ഈ പാടിയല്ലോ, അത് നിന്റെ വിശുദ്ധിക്ക് അത് തകരാറാണ്. അതുകൊണ്ട് ഈ എന്താക്കാൻ പാടില്ല എന്ന് പറയും, ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഇതാണ് വിശുദ്ധി എന്ന് പറഞ്ഞത്. ഈ ഒരു വിശുദ്ധി മനസ്സിലായോ? അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കള്ളുകുടിയൻ പാടുന്ന പാട്ട്, കള്ളുകുടിയന്റെ ഭാവനയിൽ വരുന്ന ഒരു പാട്ട് ഇയാളെ ഭാവനയിൽ വന്നപ്പോൾ ആ ഈരടികളോ അയാൾ ചെല്ലിയെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഒരു നൈമിഷിക കവിയാവുമ്പോൾ കവികൾക്ക് പലതും മനസ്സിൽ വരുമല്ലോ. പക്ഷെ ഉമർ ബിൻ ഖത്താബ് അയാൾ ആ സ്ഥാനത്ത് നിന്നാക്കി ഒഴിവാക്കി.
അപ്പൊ അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധിക്ക് ഈ ശരീഅത്തിന്റെ ഈ ഉലൂമ്, ഈ ശരീഅത്തിൻ ആവുന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വേണ്ട വിശുദ്ധി, ആ വിശുദ്ധിന്റെ ഒരു സ്വഭാവമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്നതുപോലെ പൂർണ്ണ വിശുദ്ധന്മാരായിരുന്നു ഈ രണ്ട് മഹാന്മാരും. അതിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരെ പിന്നെ ഈ ബാഹ്യമായി ആരും മൂപ്പരെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അവരെ ഹയാത്ത് കാലത്ത്. അതാണ് അതിന്റെ സത്യം. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മൂപ്പര ഹയാത്ത് കാലത്ത് മൂപ്പര ആരാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുനാനെ സംബന്ധിച്ച് അവർക്കുള്ള, ഞാനത് കുറെ മുമ്പ് മനസ്സിലാക്കിയ ആളാണ്. എനിക്കത് വളരെ അനുഭവത്തിൽ കൂടി പലതും അറിയുന്നതുകൊണ്ട് ഞാനത് വളരെ മുമ്പ് മനസ്സിലാക്കിയ ആളാണ്. അതോടുകൂടെ മൂപ്പര ഒപ്പം നിന്നിട്ട് ആരാണ് മൂപ്പരെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ്. മഹാനാവുന്ന സക്കരിയൽ അൻസാരി തങ്ങൾ, അവരെ പറ്റി നമുക്കറിയാലോ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു സക്കരിയൽ അൻസാരി തങ്ങൾ. ഷാഫിഉ സഗീർ എന്നുള്ള പേരിൽ പ്രസിദ്ധനായിരുന്നു സക്കരിയൽ അൻസാരി തങ്ങൾ. പക്ഷെ സക്കരിയൽ അൻസാരി തങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്നുള്ളത് അവരെ ഹയാത്ത് കാലത്ത് ഒരു മനുഷ്യനും മനസ്സിലായിട്ടില്ല. ആലിമാണെങ്കിൽ വലിയ ആവണം, അത് വേറൊരു കാര്യം. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ, ഇല്ലെങ്കിൽ കുനിൽ ഉലമാവു ഔലിയാ അലില്ല ഫമനിൽ വലിയൂന്ന. ഒരു ആലിം അള്ളാഹുവിന്റെ ആലിമ്യങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഫമനിൽ വലിയു, ആരാണ് വലിയുന്ന. അതല്ലെങ്കിൽ ഫലൈസ ഇല്ലാഹി വലിയുൻ, അള്ളാഹുവിനിക്കൊരു വലിയനെ ഈ ലോകത്ത് ഇല്ല. പിന്നെ ആലിം അള്ളാഹുവിന്റെ ആലിമ് വലിയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തലീകെട്ട് കെട്ടി കണക്കാൻ നമ്മളൊക്കെ വലിയാണെന്നല്ല ആ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ആലിമിനുണ്ടാവേണ്ട സ്വഭാവം വിലായത്തിന്റെ സ്വഭാവമാണ്. വിലായത്തിന്റെ സ്വഭാവം ആലിമിലുണ്ടാവണം, അവനാണ് യഥാർത്ഥ ആലിം. ഇമാം ഷാഫി തങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ അയിമത്തിൽ മദ്ഹബിന്റെ അയിമത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ വലിയ ഔലിയാക്കന്മാരായിരുന്നു, വലിയ മഹാന്മാരായിരുന്നു. നമ്മൾ അവരൊന്നും തപസ്സുരി ചെയ്തുകൊണ്ടോ മറ്റോ നമ്മൾ ദ്വാരിക്കണില്ല. ഞാൻ എൻ്റെ ദ്വാരയിലൊക്കെ ഇമാം ഷാഫി തങ്ങൾക്കൊക്കെ ഫാത്തിഹ പറഞ്ഞ് ഇമാം ഷാഫി തങ്ങളെ ഹസ്റത്തിലേക്ക് ഹദി ചെയ്തിട്ടേ നമ്മൾ ദ്വാരക്കലുള്ളൂ. അവർ അള്ളാഹു നബിമാവ് തങ്ങൾ കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനല്ലേന്നോ. പിന്നെ അപ്പോ ബഹുമാനപ്പെട്ടവർ സക്കരിയൽ അൻസാരി തങ്ങളെ പോലെ, സക്കരിയൽ അൻസാരി തങ്ങൾ വലിയ പണ്ഡിതനായിരുന്നു. വലിയ പണ്ഡിതനാവലോടുകൂടെ അള്ളാഹുവിന്റെ ഒരു പണ്ഡിതന് വേണ്ട ആ പൂർണ്ണ എല്ലാ സ്വഭാവങ്ങളും മൂപ്പരിലുണ്ടായിരുന്നു. അതായത് വിലായത്തിന്റെ സ്വഭാവം മൂപ്പരിലുണ്ടായിരുന്നു. പക്ഷേ സക്കരിയൽ അൻസാരി തങ്ങളെ ഹയാത്ത് കാലത്ത് മൂപ്പര് വലിയാണെന്ന് ഒരാളും മനസ്സിലാക്കിയില്ല. അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു അശരീരി ഒരിക്കലേ ഒരു ശബ്ദം മൂപ്പര് കേട്ടു എന്നാ സക്കരിയൽ അൻസാരി തങ്ങൾ. യാ സക്കരിയ തസത്തുർ വിലായത്തക ബിൽ ഫിഖ്. സക്കരിയെ, നീ വലിയാണെന്ന് ആളുകൾ മനസ്സിലാക്കിയാൽ മതി. നീ ഫഖീഹാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിന്നിലുള്ള വിലായത്തിനെ ഇജ്ജ് മറച്ചു വെക്കണം. നീ വലിയാണെന്ന് ആളുകൾ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ? സക്കരിയൽ അൻസാരി തങ്ങൾ തന്നെ പലപ്പോഴും പറയലുണ്ട്, അന ബൈനൽ ഹജറൈനി ഒബൈനൽ ജലാലൈനി ഒബൈനൽ കമാലൈനി. എന്റെ വളർച്ച, ഞാൻ ഇത്ര വലിയ ആളായി, ഷാഫിഉ സഗീർ എന്നുള്ള പേരൊക്കെ എനിക്ക് കിട്ടാനുള്ള കാരണം എന്താ? രണ്ട് ഹജറിന്റെ ഇടയിലാണ് എന്റെ വളർച്ച എന്നാ. എന്തോടോ രണ്ട് ഹജറിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ, മൂപ്പര ഉസ്താദന്മാരെ കൂട്ടത്തിൽ വലിയൊരു ഹജറുണ്ടായിരുന്നു, ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ. ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു ഹജറുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. തുഹഫ 10 ജുസ് എഴുതി, ആ 10 ജുസ് ഒറ്റ എഴുത്താ എഴുതിയിട്ടുണ്ട്. രണ്ടാമതൊന്ന് അതിനെ ആവർത്തിച്ച് എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഒരു എഡിറ്റിന്റെ ആവശ്യം. ചില ആളുകൾ പറയും മൂപ്പര് എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് ചില തകരാറ് വന്നിട്ടുണ്ട് എന്ന്. അത് എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് തകരാറ് വന്നതല്ല, തുഹഫ തിരിയാത്തവൻ പറയാണ്. കാരണം മൂപ്പര് ഒരു സംഭവം പറഞ്ഞൊരു മുക്തത പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അതിന്മേൽ വരുന്ന പല ഇഷ്കാലുകളും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഖബർ ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ ഒരു ജാറുമജൂറിന്റെ താലൂക്ക് കുറേ അപ്പുറത്തായിരിക്കും. ഇത് തുഹഫ തീരണം. മൂപ്പര് മുഹ്തമലുന്ന് പറയും, മുഹ്തമിലുന്ന് ചിലയിടത്ത് മുഹ്തമലുന്ന് വായിക്കണം, ചിലയിടത്ത് മുഹ്തമിലുന്ന് വായിക്കണം. അത് എവിടെ എങ്ങനെ വായിക്കേണ്ടത് അത് അതേറ്റ് ബന്ധമുള്ള എനിക്ക് അറിയുള്ളൂ, അല്ലാത്തവനക്കത് അറിയില്ല. അപ്പൊ 300-400 പേജുകൾ വരുന്ന തുഹഫ, ഓരോ 10ഓളം വാല്യങ്ങൾ 9 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അത് എഴുതി തീർത്തു. രണ്ടാമത് അതിനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇന്നൽക്കുള്ള മുവഫക്കായ മനുഷ്യനാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ.
ആ ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങൾ ഈ സക്കരിയ അൽ അൻസാരി തങ്ങളെ ഉസ്താദാണ്. അതുപോലെ തന്നെ രണ്ട് ജലാൽ, ഒരു ജലാലിന്റെ ഉസ്താദായിരുന്നു, ഒരു ജലാലിന്റെ ശിഷ്യനായിരുന്നു, ഒരു കമാലിന്റെ ഉസ്താദായിരുന്നു, ഒരു കമാലിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ എന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ജലാലുണ്ട്, കമാലുണ്ട്, പിന്നെ ഹജറുണ്ട്, ഉസ്താദന്മാരെ കൂട്ടത്തിലും അവരുണ്ട്. ഇവരിടയിലാണ് എന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ വെറും വലിയ ഉസ്താദന്മാരേക്കൊന്ന് പഠിച്ചു എന്നുള്ളത് മാത്രമല്ല ഞാൻ വലുതാവാനുള്ള കാരണം. വലിയ ശിഷ്യന്മാരെന്നോട് ഓതിയിട്ടുണ്ട്. അത് ഓതി അന്ന് കിതാബിനെ കൊണ്ട് ഓതി പഠിച്ചു. അത് കാരണം അവരിൽ നിന്നിട്ടും ഞാൻ എന്താക്കി ഒരുപാട് സംഗതികളെ ഇസ്തിഫാത്ത് ചെയ്തൂന്ന ആ പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥ പണ്ഡിതന്റെ സ്വഭാവം അതാണ്, ചെറിയവരിൽ നിന്നിട്ടും ഇൽമിന് ഇസ്തിഫാത്ത് ചെയ്യാം. പക്ഷേ ഇതൊരു വലിയൊരു ആലിമാണെന്നല്ലാതെ സക്കരിയ അൽ അൻസാരി തങ്ങളെ സംബന്ധിച്ചൊരു വിലായത്തിന്റെ ഖദർ ആരും കൊടുത്തിട്ടില്ലായിരുന്നു. ആരും അങ്ങനെ മനസ്സിലാക്കിയില്ല. മൂപ്പര ഹയാത്ത് കാലത്ത് അവസാന കാലഘട്ടത്തിൽ മൂപ്പർക്ക് ഒരുപാട് രാജ്യത്തിന്റെ ഖദാവ് വന്നു എന്നാ, ഖാദിസ്ഥാനം പൈസ നല്ലോണം വരാൻ തുടങ്ങി. എന്നാൽ ഈ കിട്ടുന്ന പൈസ എന്താ അതേമാതിരി കൊടുക്കലാണ്. അപ്പോൾ ഒരു അവസരത്തിൽ മൂപ്പരെടുത്ത് ഫത്വ ചോദിക്കാൻ വേണ്ടി ആരോ വന്നീന്. അപ്പൊ വന്നപ്പോൾ സാധാരണ പൈസ വാങ്ങി പോണ ഒരുത്തം വന്നു പൈസക്ക്. അവനെ കണ്ടപ്പോൾ അടിച്ച് ആട്ടി ഓടിച്ച് പോടവിടുന്ന്, ഇവിടെ ഇങ്ങനെ പൈസ കൊടുക്കണ സ്ഥലമൊന്നല്ല, ആരെന്നോട് ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്നെ ബേജാറായി. ഇന്നലെയൊക്കെ നല്ലോണം തന്ന മനുഷ്യനാണല്ലോ, അന്നെന്താ ഇയാൾ ഇത്ര ദേഷ്യം പിടിക്കണമെന്ന്. ഫത്വ ചോദിക്കാൻ വന്ന ആളുകൾക്കും വല്ലാത്ത ബുദ്ധിമുട്ട്, വല്ലാത്തൊരു മൂല്യരിട്ടോ, എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിട്ടൂടെ. കൊടുത്തില്ല മൂപ്പര്. ഇവരൊക്കെ പോയിന്റെ ശേഷം മൂപ്പരെ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇത് കൊണ്ടുപോയി കൊടുക്കുക അവനോട് പറയും ആളിരിക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ വരരുത് എന്ന്. അത്ര രഹസ്യമായിട്ടാണ് മൂപ്പര് സദഖ ചെയ്തിരുന്നത് ഈ സക്കരിയ അൻസാരി തങ്ങൾ. ഈ ഒരു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമക്കുള്ളത്. അവരെ സംബന്ധിച്ച് ആളുകൾക്കുള്ള ധാരണ എന്താ, ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയലുണ്ട്, അവർക്ക് ദുന്യാവിനോട് അധികം മഹബത്തില്ലെങ്കിൽ ത്വാറഫിൽ ഹവ എന്ന് പറയലുണ്ട്. ഹവയിൽ കൂടി അന്തരീക്ഷത്തിൽ കൂടി പറക്കും. മൂപ്പര അന്തരീക്ഷത്തിൽ കൂടി പറക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മൂപ്പർക്ക് ദുന്യാവിനോട് ഒരു അണുമണി തൂക്കം മഹബത്തും ഇല്ല. ദുന്യാവ് ഇല്ല എന്നുള്ളതല്ല, ഒരാളെ പേരിൽ ചിലപ്പോൾ സ്വത്തൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾക്കൊക്കെ ചില ഭൂമിയും സ്വത്തൊക്കെ നമ്മൾക്കുണ്ടല്ലോ, ഈ ഉണ്ടായവരല്ല, നമ്മൾക്ക് അതിനോട് മഹബത്തുള്ളവരാണ് നമ്മളൊക്കെ. ബഹുമാനപ്പെട്ടവരങ്ങനല്ല, മൂപ്പർക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ സ്വത്തിനോടുള്ള മഹബത്ത് അൻ തത്റുക ദുന്യാ, മഹാനാവുന്ന അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞതുപോലെ അൻ തത്റുക ദുന്യാ മിൻ ഖൽബിക വതവഅഹാ ഫീ യദിക ഔ ഫീ ജൈബിക, ഹൃദയത്തിൽ ദുന്യാവുമായിട്ടുള്ളതായ ബന്ധം ഉപേക്ഷിക്കുക. ഈ ബന്ധം ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനായിരുന്നു മൂപ്പര്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ആര് പൈസ കൊടുത്തു തന്നാലും ഞാൻ വേഗം വാങ്ങുന്നു. അങ്ങനെ മൂപ്പര സ്വഭാവം, ആര് കൊടുത്താലും വേഗം വാങ്ങും. അപ്പൊ ഈ കൊടുക്കണമെന്ന് വിചാരിച്ചും കണ്ടില്ലേ മൂപ്പരൊരു അലച്ച, അല്ലെങ്കിൽ മൂപ്പർക്കുള്ള ഒരു അത്യാഗ്രഹം ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങിയല്ലോ. എന്നാൽ സാധാരണ മൗല്യന്മാരൊക്കെ എങ്ങനെ, നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് അവിടെ വെച്ചോന്ന് പറയും, വേണ്ടാന്ന് പറയും. ഇവനക്കറിയാം വേണ്ടാന്ന് പറഞ്ഞാലും കിട്ടുമെന്ന്. നമ്മളിപ്പോ പരിപാടിക്ക് പോയി വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളോട് അപ്പൊ അവിടെ വെച്ചോന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വെച്ചോന്നല്ല, എൻ്റെ കീസിയിൽ ഇവിടെ വെച്ചോന്നാ. ഇത് മൂപ്പര് പറയില്ല, അവിടെ വെച്ചോന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കിട്ടുമെന്ന് ഉറപ്പല്ലേ. അപ്പൊ എങ്ങനെയായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെന്തിനപ്പോ വെച്ചോ എന്ന് പറയുന്നത്. അപ്പൊ വെച്ചോ എന്ന് പറഞ്ഞാൽ ആ കേൾക്കണമെന്ന് വിചാരിച്ചു വല്ലാത്തൊരു തങ്ങൾ അല്ലെങ്കിൽ വല്ലാത്തൊരു മൂലിയര്, അയാൾക്ക് ഇതിനോടൊന്നും ഒരു ആഗ്രഹമില്ല. എന്നാ ഈ ശംസുൽമക്ക് കൊടുത്ത പാട് മൂപ്പര് കയ്യാട്ടി വാങ്ങിയല്ലോ. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞിരിക്കണം ഈക്കൊക്കെ കൊടുത്ത പാട് വേഗം വാങ്ങിയെന്ന് ആൾക്കാർ പറഞ്ഞോളും. അപ്പൊ ഈക്ക ദുന്യാവിനോടൊരു മഹബത്തുള്ള ആളാണെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. ഈക്കേന്ന് ഞാൻ പറയല്ലോ കേട്ടോ, ഞാൻ ഈക്കേന്ന് പ്രയോഗിക്കലില്ല. ശംസുൽമ പറഞ്ഞ ആ വാക്കിനെ ഇക്കാര്യത്ത് ചെയ്യണം. ഞാൻ ഈക്കേന്ന് പറഞ്ഞോനെ അടിച്ചല്ല, ഈക്കേന്ന് മൂപ്പരെ പറ്റി ആരെങ്കിലും പ്രയോഗിച്ചാൽ അവനെ ഞാൻ അടിക്കും, അത്ര ദേഷ്യൻ. അപ്പൊ ഞാൻ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും സന്തോഷകരമായ രണ്ടവസ്ഥകളും ഏറ്റവും ഞാൻ വിഷമിച്ച ഒരവസ്ഥയാണുണ്ടായത്. ഒന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുണ്ട്. ഇപ്പൊ ഈ അക്കാദമിയിലൊക്കെ കാണുന്നത് പോലുള്ള സിലബസ് ആക്കണം എന്നുണ്ട്. 100 ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിന് മൂപ്പരെതിരേന്ന് അന്ന് 19 ആളെ പുറത്താക്കി. അതിൽ ആദ്യം എൻ്റെ പേരായിരുന്നു. ഇന്നെ പുറത്താക്കി. പിന്നെ മൂപ്പര് ഇന്നെ തിരിച്ചെടുത്തു. തങ്ങൾ കിതാബ് വരുന്ന തങ്ങളാണ്, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നെ തിരിച്ചെടുത്തു. 18 ആളെയും പുറത്താക്കി. തങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ആവശ്യമായിരുന്നു മൂപ്പര് എന്നെ കൊണ്ട് കണ്ടിരുന്ന ഞാൻ മനസ്സിലാക്കണം. നന്ദിയിൽ എന്നെ മുദരിസായി ക്ഷണിച്ചപ്പോൾ കെ.സി. ജമാലുദ്ദീൻ മൗലവി നന്ദിന്ന് പോയപ്പോൾ എന്നെ മുദരിസായി ക്ഷണിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ ആവശ്യമായിരിക്കും. പിന്നെ ഞാൻ എന്തായില്ല എന്ന് പറഞ്ഞാൽ ആ കൊല്ലം മാത്രമേ ജാമ്യയിൽ പഠിച്ചിട്ടുള്ളൂ, മുഴുവനാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് 50 വൈദ്യന്മാർക്ക് കഴിഞ്ഞെല്ലാം പിന്നെ അവാർഡ് കൊടുത്തപ്പോൾ ഞാനതിൽ 50 ഞാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ വരേണ്ടതല്ലേ. പക്ഷെ ഞാൻ അവിടുന്ന് സനത് വാങ്ങിയിട്ടില്ല. ഞാൻ ദൈവം എന്നാണ് എൻ്റെ സനത്.
അപ്പോൾ ഞാൻ അന്ന് പിന്നെ ആ തിരിച്ചെടുത്തതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു സന്തോഷം. രണ്ടാമത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലോ, എന്നെ നന്ദിക്ക് മൂപ്പര് മുദരിസായി വിളിച്ചു. എന്നോട് എപ്പോഴും പറയലുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഈ ദുഞ്ഞാവിൽ കൂട്ടിയതുപോലെ എന്നെ ആഖിറത്തിൽ കൂട്ടിയാൽ മതിയെന്ന്. അപ്പം എന്നോട് ചോദിച്ചു മൂപ്പരെ ഇതിന് പറ്റുമോന്ന്. എന്നെ അതിന് പറ്റുമോ തങ്ങളേന്ന്. ഞാൻ പറഞ്ഞു ഷെയ്ഖുനാനെ അതിന് പൂർണ്ണമായി പറ്റും, 100% പറ്റും, ഇനി അങ്ങനെ ആക്കിയാൽ മതി എന്നാ പറയല്. ഇതാണ് ഞാനും ഷെയ്ഖുനും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഞാൻ പറയില്ല കേട്ടോ, എവിടെയും പറയില്ല. ഒരുപാട് പറയാണ്ട് എന്നോട് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ആളാവില്ല. ഞാനും മൂപ്പരേനുള്ള ബന്ധം എന്നോട് ആരും ചോദിക്കണ്ടെന്ന് അറിയാം. കാരണം അത് പറഞ്ഞ് നമ്മൾ വലിയ ആളാവാന്നുള്ളത് തോന്നും. അപ്പം അത് വേണ്ട. അപ്പൊ മൂപ്പരോട് ബന്ധപ്പെട്ടത് എന്നോട് ബന്ധപ്പെടാത്തത് ഞാൻ പറയലുള്ളൂ. ഇതിലിപ്പോൾ വലിയ ആളാകുന്ന സംഗതി ഒന്നുമില്ല, എല്ലാവർക്കും അറിയണതാണ്. എന്നെ പുറത്താക്കി, എന്നെ രണ്ടാമത് തിരിച്ചെടുത്തു, ഞാൻ നന്ദി മുദരിസായി എന്നൊക്കെ പറയണത്. അപ്പൊ അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പക്ഷെ അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണെന്നുള്ളത് പറയേണ്ടത് നല്ലതാണെന്നുള്ളവർക്ക് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ദുന്യാവിനോട് മഹബത്തുണ്ട് എന്നുള്ളൊരു ധാരണ പലർക്കുണ്ട്. ആ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കണം എന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ എല്ലാവരോടും പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ മൂപ്പരവിടെ മുദരിസൈനകൾ വന്ന പാട് ചിലപ്പോൾ എന്നെ വിളിക്കലുണ്ട്. കോളേജിൽ മൂപ്പര വന്ന പാട് ചിലപ്പോൾ വിളിക്കും, അതല്ലെങ്കിൽ ഞാൻ റൂമിൽ പോകും. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ മൂപ്പര റൂമിൽ നിൽക്കുന്ന സമയത്ത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഫൈറി ഒരു സൂട്ട് കേസ് ഇട്ട് വന്നു. ഷെയ്ഖുനാന്റെ അടുത്ത് കൊടുത്തു. അബ്വാ ഷെയ്ഖുന ഈ സൂട്ട് കേസ് കണ്ടപ്പോൾ ഷെയ്ഖുന എന്താ പറഞ്ഞതെന്നറിയോ? പൊന്നാരടാ അനക്കാരേത് പറഞ്ഞു, എനിക്കിതിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, ദീലിജി പല സാധനവും കൊടുന്നുക്കൂലേ, ഞാനിതൊക്കെ ആവശ്യപ്പെട്ട് നിൽക്കലാണ്. നിന്റെ മാരിക്ക് ചില ആളുകളുണ്ട്, എനിക്കിതിനോടൊക്കെ ആഗ്രഹമുണ്ട് ഇത് മനസ്സിലാക്കി കൊടുന്നു തരണവൻ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ വല്ലാതെ പറഞ്ഞു. ഇവനും തന്നെ വലിയ സന്തോഷമായി. ഇവൻ പോയി ശേഷം മൂപ്പര ഖാദിമിനെ വിളിച്ചിട്ട്, അപ്പോഴും ഞാനവിടെ എന്നോട് പറഞ്ഞു ബുഖാരി കുറച്ച് സ്ഥലം വായിച്ചു തരണമെന്ന് പറഞ്ഞു, അന്ന് ഓതി കൊടുക്കാളൂ. അപ്പം ഞാനത് അതിനു വേണ്ടി അവിടെ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ഈ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അത് ആ കട്ടിലോട്ട് ഇട്ടാള്. അപ്പം ഞാൻ ഷെയ്ഖുനാനോട് ചോദിച്ചു, എന്തിനാ ഇട്ടാള് എന്ന് പറഞ്ഞു, അവിടെ വെച്ചാളെന്ന് പറഞ്ഞാൽ പോരെയാണ്. അപ്പം എന്നോട് ചോദിച്ചു, തങ്ങളെ പറഞ്ഞു ഷെയ്ഖുനാനെ എനിക്ക് 100% മനസ്സിലാക്കണം, പിന്നെന്തിനാ നിങ്ങളത് ചോദിച്ചു എന്ന് വെച്ചു. അല്ല എന്നാലും ഇതിന്റെ കാരണം ഒന്ന് മനസ്സിലാക്കാലോ എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് 2 തുണി അല്ലെങ്കിൽ 3 തുണി ഈ കള്ളിത്തുണി വേണം, ഈ കോറന്റെ അല്ലെങ്കിൽ മല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഷർട്ട് ഞാൻ ഇടും, 2-3 തലയിൽ കെട്ടും, ഇതോടുകൂടി ഇതിന്റെ ആവശ്യം കഴിഞ്ഞ്. പിന്നെ സമയം നോക്കാനൊരു വാച്ച്, അല്ലെങ്കിൽ വാച്ചില്ലെങ്കിൽ വേണ്ട, ഒരു ചെരുപ്പും, പിന്നെ കുത്തി പിടിച്ചാലുള്ള ഒരു പടിയും, പിന്നെ എന്തെങ്കിലും ഹലാലായത് എന്തെങ്കിലും കിട്ടിയത് തിന്നണം, അത് ഇന്നത് തിന്നണമെന്നില്ല. ഇതൊക്കെ ഇപ്പം എനിക്ക് ഈ ദുഞ്ഞാവേറ്റുള്ളൂ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പിന്നെ ഞാൻ അവൻ കൊടുന്നപ്പോൾ അവനെ ഉഷാറാക്കി പറഞ്ഞത് അവൻ ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞോളും. ഇങ്ങനെ മൂപ്പർക്ക് ഇതിനോടൊക്കെ വലിയ ആഗ്രഹമാണ്. അപ്പൊ അവൻ പറഞ്ഞ് 10 ആളോട് പറഞ്ഞ്, അവർ 10 ആളോട് പറഞ്ഞ് അറിയട്ടെ ഞാൻ ഈ ദുഞ്ഞാവിനോടൊരു കമ്പുള്ള ആളാണെന്ന് അറിയട്ടെ എന്ന്. അങ്ങനെ ആ പെട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആ പെട്ടി ഒരു 5-6 കൊല്ലം ആ കട്ടിൻ്റെ തൊട്ട് കിടും. മൂപ്പരത് തൊട്ട് നോക്കിയിട്ടില്ല. എന്നാ എടോ ഇയ്യും ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഈ കാര്യം, ഒരു പെട്ടിയായിട്ട് ഇപ്പം നമ്മളൊരു ശിഷ്യം വന്നു നിൽക്കുക, ഓനെ നമ്മൾ ചായ ഒക്കെ കൊടുത്ത്, ചായ ചൂടാണെങ്കിൽ വേഗം ആറ്റി കൊടുക്കും, മോനെ ഇത് ചൂടുണ്ട് ഇത് ആറ്റി കുടിച്ചോന്ന് പറഞ്ഞിട്ട്. കുടിച്ച പാട് പിന്നെ ഓനെന്താ ചെയ്യലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഒരു ബസ്സുള്ളൂ, ആ ബസ്സിന് ഉടനെ കയറണം, അതല്ലെങ്കിൽ പിന്നെ സ്വീപ്പാവും, അതല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ എന്നെ അവിടെ കൊടുക്കുകയും ബസ് ഉള്ള സ്ഥലത്തേക്ക് വിട്ടു തരണം. പെരൻ്റെ അടുത്ത് ബസ്സില്ലെങ്കിൽ ഇപ്പം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യല്, നമ്മൾ എന്നെ അവിടെ കൊടുക്കുകയും വിട്ടുതരാം. കാരണം സ്വീപ്പാവും എന്ന് പറഞ്ഞിട്ട് ഓനെ വേഗം വിടിച്ചാനുള്ള പണിയാണ് ഈ കാരണം നമ്മൾ എടുക്കുക. എന്തിനു വേണ്ടി? ഈ പെട്ടി തുറക്കണടോ, എന്നിട്ട് ഇതിലുള്ളത് കാണണം. എന്നിട്ട് ഈ മനുഷ്യനെ പറ്റിയുള്ള ദുഞ്ഞാവിനോട് മൂപ്പർക്ക് മഹബത്ത് എന്ന് പറയുന്നത്, മൂപ്പർക്ക് ദുഞ്ഞാവിനോട് ഒരു മഹബത്തും ചെയ്യുന്നു. ആ പെട്ടി അവിടെ കിടന്നു 4-5 കൊല്ലം. പലപ്പോഴും അവിടെ അത് ആ കിടന്നെന്ന് മാത്രമല്ല മൂപ്പരയ്മക്ക് ശ്രദ്ധിച്ചിട്ടില്ല. മൂപ്പരൊരു പ്രത്യേക സ്വഭാവമാണ്. ഒരു സാധനം ഒരാളെ അടുത്ത് കണ്ടാൽ മൂപ്പരെ പറ്റി എന്തെങ്കിലും മനസ്സിൽ ഒരു പ്രത്യേകമായിട്ട് മൂപ്പരൊരു ദുഞ്ഞാവിനോട് മഹബത്തുള്ള ആളാണെന്ന് കണ്ടാൽ അവനോട് എന്താക്കുമെന്ന് അറിയോ, അത് കൊണ്ടാന്ന് പറയും. അപ്പൊ ഇവൻ വിചാരിച്ചു എന്താന്ന്, ഇയാൾക്ക് ഇതിനൊക്കെ ആഗ്രഹമാണ് അതുകൊണ്ട് വാങ്ങിയതാണെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലുലമായ ഖദ്ദസുല്ലാഹു സിററുൽ അസീസ് അവർക്ക് ദുഞ്ഞാവിനോടൊരു മഹബത്തുല്യ. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ആലിമിനുണ്ടാവേണ്ട സ്വഭാവം, വിലായത്തിന്റെ സ്വഭാവം, അതാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുന, ഈമാൻ ശരിപ്പെടുത്തുക, അത് ആദ്യം വേണ്ടത്.
ആ ഈമാൻ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, ആ ഈമാൻ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഈമാനെ വളർത്താനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ആ സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ചിലപ്പോൾ മുറബിയായ മശായിഖന്മാർ ചെയ്തു തരുന്നത്. ഇപ്പൊ എല്ലായിടത്തും മുറബിയായ ശേഖന്മാരാണ്. ലോകത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒന്നുക്ക് വടിവുമായി കടന്നു വരണം, അല്ലെങ്കിൽ മുറബിയായ ശേഖ് കടന്നു വരണം എന്ന് പറഞ്ഞിട്ട് പലരെയും അവതരിപ്പിക്കുകയാണ് ആളുകൾ. എന്താ ഈ മുറബിയായ ശേഖ് എന്നൊക്കെ പറഞ്ഞാൽ? ഇവിടെ എവിടെയോ മുറബിയായ ശേഖ്? മുറബിയായ ശേഖ് ഉണ്ടായിരുന്നു. ഷെയ്ഖുന ശംസുൽ മുറബിയായ ശേഖായിരുന്നു. മുരീദ് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ തെർബിയത്ത് ചെയ്യാൻ ഷേഖിനിക്ക് ചെയ്യണം. ഷേഖിലുണ്ടാവേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ ഇപ്പൊ ഞാൻ എണ്ണി പറയല്ല, സമയമില്ല. ആ ഗുണങ്ങളൊക്കെ ഉള്ള ഷേഖ് ഇവിടെ എവിടെ? പിന്നെ ബർക്കത്തിന് ആരോടെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ മുറബിയായ ഷേഖ് ഖിയാമന്നാൾ വരെ ഇവിടെ ഉണ്ടാവും. അത് യാതൊരു അംശമില്ല. ഖിയാമം വരെ അത് നിലനിൽക്കും. ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അത് ഒരു പഴയ കാലങ്ങളിലുള്ളതുപോലെ വ്യാപകമായിട്ട് കാണപ്പെടൂല എന്നതിന്റെ അർത്ഥമുള്ളൂ. അപ്പോ മുറബി അത് പിന്നെ ഹിക്കമിന്റെ ഇബാറത്ത് അതിന്റെ തുടക്കം തന്നെ മുറബിയായ ഷേഖിലേക്ക് ഇഷാർത്ത് ചെയ്തിട്ടാ പോകുന്നുണ്ട്. ഖിയാമന്നാൾ വരെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാവില്ല എന്നല്ല പറയണത്. ഉള്ളവരിവിടെ എവിടെയാണെന്നാ ചോദിക്കണത്. ഷെയ്ഖു കൗവല്ലദി അഖ്റജക മിൻ സിജിനിൽ അവാന, തടിന്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് പൂർണ്ണമായി മോചനം നൽകാൻ ഷെയ്ഖിനിക്ക് കഴിയണം. വെറുതെ നമ്മൾ ഓരോരുത്തരെ പറ്റി വെറുതെ പറഞ്ഞ് പർവ്വതീകരിച്ചിട്ട് കാര്യമില്ല. അതുള്ളവനെ പറ്റിയേ പറയാൻ പാടുള്ളൂ. ഷെയ്ഖു കൗവല്ലദി അഖ്റജക മിൻ സിജിനിൽ അവാ, തടിന്റെ ഇച്ഛയിൽ നിന്നിട്ട് നിനക്ക് മോചനം നൽകാൻ ഷെയ്ഖിനിക്ക് കഴിയണം. ഒമാദാല യജ്ലു മിർആത ഖൽബിക ഹത്താ തതജല്ലാ ഫീഹി അൻവാർ റബ്ബിക, റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റുന്ന നിലക്ക് നിന്നിൽ വന്നതായ ഈമാൻ, ആ ഈമാനെ വികസിപ്പിച്ചെടുത്ത് ആ നിലക്കുള്ളതായ ഒരു ശുദ്ധീകരണം നിന്റെ ഹൃദയത്തിൽ നടത്താൻ ആ ഷേഖിനിക്ക് കഴിയണം. ഷെയ്ഖു കൗവല്ലദി അൻഹവത്തിയിലേക്ക് ഇഷാറത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഷേഖിനെ പറ്റി പറയുന്നത്. അവസാനം പറഞ്ഞെന്താ? നിന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ അഹ്റത്ത് കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ അഹ്റത്തിൽ കൊണ്ടുപോയി റബ്ബിനോട് പറയാ, പഠിച്ചതമ്പുരാനെ ഇത് നിന്റെ അബിദാണെന്നും നിന്നോട് ഇത് റബ്ബാണെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണോ? അവനാണ് ഷേഖ്. അങ്ങനത്തെ ഷേഖായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഖദ്ദസുല്ലാഹു. മനസ്സിന്റെ ഉള്ളിലുള്ളത് മൂപ്പർക്ക് കാണാൻ കഴിയും. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാണാൻ കഴിയും. എപ്പോഴും കാണുക എന്നല്ല, അവർക്ക് എല്ലാം കാണാം. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ഞാൻ ഒരു തമ്മാടിത്തരം ചെയ്യാം, വലിയാണെങ്കിൽ മൂപ്പര് ഞാൻ ചെയ്ത് ഇയ്യും ഞാനൊക്കെ തമ്മാടിത്തരം ചെയ്ത് നോക്കിയെടുക്കണ പണി ഔലിയാക്കന്മാർക്ക്. ഒരു നോക്കിയാൽ കാണാൻ കഴിയും എന്നാ പറഞ്ഞത്. നോക്കിയാൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ നോക്കണ്ട, എന്നെ കണ്ടാൽ മതി. എന്നെ കണ്ട് നിന്നിൽ അള്ളാഹു രേഖപ്പെടുത്തിയ രേഖകളുണ്ട്. ഞാൻ ആ ഇൽമുൽ ഗൈബിനെ പറ്റിയൊന്നും ഇപ്പൊ ഈ അവസരത്തിൽ പറയല്ല. ആ രേഖ നോക്കിയിട്ട് പറയാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ ഹദ്റത്തിലേക്ക് ഒരുത്തം കടന്നു വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുറബിയായ ഷേഖല്ലേ, ഉമർ ബിൻ ഖത്താബ് മുറബിയായ ഷേഖല്ലേ, അബൂബക്കർ സിദ്ദീഖ് മുറബിയായ ഷേഖല്ലേ, റസൂലുള്ളാഹി മുറബിയായ ഷേഖല്ലേ. ഇവരെ ഹദ്റത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അവന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, യദ്ഖുലു അഹദുകും വഫീ ഐനിഹി അഥറു സിന. എടാ, ചില ആളുകൾ ഖാസ്ക്ക് കടന്നു വരുന്നു, അവന്റെ കണ്ണിൽ നോക്ക് സിനന്റെ അടയാളം കാണാൻ കഴിയും. എന്താ? വരുമ്പോ ഒരു പെണ്ണിനെ നോക്കിപ്പോയി, നോക്കിയതല്ല, പുറക്കാതെ നോക്കുന്നത് തെറ്റല്ല, അത് ശറയിൽ ഹറാമെന്നും അറിയില്ല. നേരെ മറിച്ച് നോക്കിയതിന്റെ ശേഷം പിന്നീണ്ടല്ല നോക്കല്, ആ കരുതി അത് ഹറാം തന്നെയാണ്. ആ ഹറാം ചെയ്താൽ അതിന്റെ അസർ അവിടെ കണ്ണു കാണും. കണ്ണിൽ നോക്കാൻ കാണും, പക്ഷെ എല്ലാവർക്കും തിരിയില്ലത്. ഇത് നോക്കി മനസ്സിലാക്കാൻ കഴിയണം അവനാണ് ഷേഖ് എന്ന്. അത് നോക്കി മനസ്സിലാക്കാൻ ഷേഖിനിക്ക് കഴിയും, യഥാർത്ഥ ഷേഖാണെങ്കിൽ. കാരണം വിലായത്തിന്റെ ആ പൂർണ്ണമായ പദവിയിൽ എത്തിച്ചവരാണെങ്കിൽ അവർക്കത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതന്നെ മൊയ്തീഷകൾ തങ്ങളും പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്ന് പറഞ്ഞാൽ അള്ള കാണുന്നത് പോലെ കാണുക എന്നല്ല, അള്ള കാണുന്നത് കാണാം, അള്ള കാണുന്നത് പോലെ കാണുക എന്നല്ല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ള മാത്രം അറിയുള്ളൂ എന്നല്ല ഇതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയണതായ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ആ സ്വഭാവത്തിലല്ല വേറെ, ആ സ്വഭാവത്തിൽ ആർക്കും അറിയാൻ കഴിയൂല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അറിയും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പല വൈബും പറയും. ഖിയാമത്ത് വരെ ഉണ്ടാവുന്ന സർവ്വ തത്വപുറാത്തിനെ പറ്റി നബി പറഞ്ഞില്ലേ. നബി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതാ. നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊട്ടന് കൊടുക്കണ സംഗതിയല്ലല്ലോ. നബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയലുണ്ട്, എഴുതാനും അറിയില്ല, വായിച്ചാനും അറിയില്ല. എഴുതാനും വായിച്ചാനും അറിയാത്തവന്നല്ല ഉമ്മി എന്ന് പറഞ്ഞാൽ. ഒരു നമ്മളൊക്കെ മദ്രസ പോണ മാതിരിക്ക് പിന്നെ ഒരു സ്കൂളിലെ മദ്രസ പോയി പഠിച്ചിട്ടില്ല. നബിയാണോ എന്നാൽ എഴുതാനും അറിയും വായിക്കാനും അറിയും. അതുകൊണ്ടല്ലേ എഴുത്ത് ആരോ എഴുതിയ നാള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം ഉണ്ടാകുകയാണെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു.
നബി അന്ന് ഇതൊക്കെ ഉണ്ടോ, ഈ വൈച്ചൊറ്റു ഇതൊക്കെ ഉണ്ട്, ഈ രൂപത്തിലല്ല എന്നല്ലേ ഉള്ളൂ. ഇന്നത്തെ ഈ ശാസ്ത്ര സാങ്കേതികമായിട്ട് ഇന്ന് ഇവിടെ ഇവിടെ ഒരു IT പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അവർ വികസിപ്പിച്ചെടുത്തതിനേക്കാൾ വലിയ വികസനമാണ് അമ്പിയാക്കന്മാർ ഇവിടെ നടത്തിയ വികസനം ഈ രംഗത്ത്, ഈ IT രംഗത്ത്. പക്ഷെ ഇവരെ ഐടിയും വ്യത്യാസമുണ്ട്. അമ്പിയാക്കന്മാരെ ആ രംഗമുണ്ടല്ലോ, അത് പേക്കൂല, കരറ്റായി. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ ആ രേഖനെ മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറയാണ്. നേരെ മറിച്ചോ ഇവരങ്ങനല്ല, ഇവർക്കുള്ള ടെക്നോളജിയാണ്, ഭൗതികമായ ടെക്നോളജി ഉപയോഗിച്ച് പറയാം. അത് തെറ്റും ചെയ്യുക, തെറ്റാതിരിക്കും ചെയ്യാം. ഇബ്നു സിയാദിനോട് റസൂൽ ചോദിച്ചില്ലേ, കൈഫ യൗതീക്കല്ലാം, കാര്യം എങ്ങനെ ഉണ്ടടാ എനിക്ക് വരുന്നത്? യൗതീനി സ്വാദിഖൻ വ കാദിബൻ, നല്ലതും വരും പൊള്ളും വരും. അതെന്തുകൊണ്ട്? പൊള്ളു വരും. ഷെയ്ത്താന് ഇവിടെ ഇലാഹിയായ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ട് ഷെയ്ത്താനെ വിലകപ്പെട്ടിട്ടില്ല. വിലങ്ങിയതേതുള്ളൂ നുബുവത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ കേൾക്കുന്നതിനെ തൊട്ടേ വിലങ്ങിയിട്ടുള്ളൂ. പ്രായമുള്ളത് ഷെയ്ത്താൻ കേൾക്കും. അപ്പൊ ഷെയ്ത്താൻ കേട്ടത് ചിലത് കൊടുത്ത് ഇറ്റിച്ചു കൊടുക്കും. അത് പറഞ്ഞത് ചിലപ്പോൾ തെറ്റാവും, അത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അതാണ് യൗതീനി സ്വാദിഖൻ വ കാദിബൻ. റസൂൽ പറഞ്ഞു, അത് കുല്ലിത്ത അലൈക്കല്ലാം വേടാ, നിന്റെ കാര്യം മോശമാണ്. അപ്പോ ഈ മറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഒരാൾ ഔയാവൂല. മറിഞ്ഞ കാര്യം ഇവിടെ ജ്യോത്സ്യന്മാർ പറഞ്ഞില്ലേ, ഇവിടെ കണക്ക് നോക്കണോല് പറഞ്ഞില്ലേ, ശരിയാവാം തെറ്റുമാവാം. അതൊക്കെ അത് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആർക്കും അത് കാണാൻ കഴിയും. ആദ്യം ഇലാഹിയായ മാധ്യമം ആവണം ഉപയോഗിക്കേണ്ടത്. ആ ഉപയോഗിക്കേണ്ട മാധ്യമങ്ങൾ പലതാണ്. അതിലേക്കൊന്നും ഈ അവസരത്തിൽ ഞാൻ കടക്കല്ല. അപ്പോൾ മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞല്ലോ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ തന്നെ കാണും, കാണേണ്ടി വന്നാൽ കാണും. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ നമുക്ക് സംഭവിച്ചത്. പലതുമുണ്ട് സംഭവങ്ങൾ. മൂപ്പരെ പറ്റിയുള്ള നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു അഖീദ ഉണ്ടല്ലോ, എന്താ, ഒരു വലിയനെ വിലയിരുത്തേണ്ട മാനദണ്ഡം കറാമത്തല്ല. കറാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത്ഭുതങ്ങൾ സംഭവിക്കണുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വലിയനെ അളക്കണ മാനദണ്ഡം. അപ്പൊ ഷെയ്ഖുനാന്റെ ഒരുപാട് കറാമത്തുകളുണ്ട്. ഈ കറാമത്ത് പറഞ്ഞ് നമ്മൾ നടക്കലില്ല. അത് ഉള്ളതേ പറയാൻ പാടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പല പ്രസംഗന്മാരും ഇല്ലതല്ലാത്തതിനെ പലതും കേട്ടത് അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതൊക്കെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത് 1975 ഞങ്ങളൊക്കെ പട്ടികാടുള്ള കാലം, 75 അന്ന് അബ്ദുറസാഖ് കാളമ്പാടി എന്നൊരു എഴുത്ത് അവിടെ പഠിച്ചു. അവനെ പെടുന്നനെ വിളിക്കാം. പെടുന്നനെന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഷെയ്ഖുനാന്റെ ഭാവനയിൽ ഒരു മുത്താലിമിനുണ്ടാവേണ്ട എല്ലാ സ്വഭാവവും അവനിക്കുണ്ടായിരുന്നു. നല്ല തലീകെട്ട്, തണ്ടങ്കാല് വരെ തുണി, വിസ്വാഗ് ചെയ്യൽ സുന്നത്തായപ്പോഴൊക്കെ വിസ്വാഗ് ചെയ്യും. ഇങ്ങനത്തെ നല്ല കുട്ടിയാണ്. ഇവനെ പെടുന്നനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെവിടെ പറ്റൂല, എപ്പോ പോണം, നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാനില്ല എന്ന് പറഞ്ഞു. അണുമണി തൂക്ക ഇമാനില്ല. അന്നത്തെ ഉസ്താദന്മാരൊക്കെ വന്ന് പറഞ്ഞു, നല്ല കുട്ടിയാണ് ഇവിടെ എടുത്തത്. അപ്പൊ പറഞ്ഞു, ഇവനെ നിങ്ങൾ കൊണ്ടേക്കോളി, നല്ല കുട്ടിയാണെങ്കിൽ. അവ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല എന്ന് പറഞ്ഞു. ഞാനും ഇവനോട് ഇവിടെ നിൽക്കൂല എന്ന് പറഞ്ഞു. കോളേജ് കമ്മിറ്റിന്റെ അന്നത്തെ നേതാക്കന്മാർ, പ്രസിഡന്റുമാരും സെക്രട്ടറിമാരൊക്കെ ഇവനെ പുറത്താക്കിയതിന്റെ ശേഷം പിന്നെ വന്ന് പറഞ്ഞു. പറ്റി അലവിനെ പറ്റിയല്ല, അത് എനിക്കറിയില്ല. അത് ചിലരൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കുന്നുണ്ട്, അത് സംഭവം എനിക്കറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിഞ്ഞതും കണ്ടതേ പറയുള്ളൂ. ഇവനെ അവിടുന്ന് പുറത്താക്കി. ഇവൻ ക്രിസ്ത്യാനിയായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് കോളേജിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇപ്പൊ നന്ദിന്ന് നമ്മൾ പുറത്താക്കി ഒരുത്തനുണ്ട്, ഒരു ഫാദർ സുലൈമാൻ. ഓനെയും നന്ദിന്ന് പുറത്താക്കിയതാ. അത് ഞാൻ നന്ദി ദാറുൽ അറബി കോളേജ് പ്രിൻസിപ്പാൾ ആകുമ്പോൾ അവനെ പുറത്താക്കിയതാ. അവനെ ഞാനിങ്ങനത്തെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവനെ പുറത്താക്കേണ്ട ഒരു കാരണം ഉണ്ടായി. ഞാൻ പൊതുവെ കുട്ടികളെ പുറത്താക്കിയാൽ എൻ്റെ അടുത്ത് പഠിച്ചവർക്കറിയാം, വേഗം തിരിച്ചെടുക്കണം എന്നുള്ളൊരു മനസ്ഥിതിയാണ് എനിക്ക്. എനിക്ക് പുറത്താക്കിയാൽ പിന്നെ ആകെ ഒരു യാതി അസ്വസ്ഥതയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ആരെങ്കിലും പറയട്ടെ, എന്നാൽ അവനെ തിരിച്ചെടുക്കണം എന്ന് തോന്നുന്നു. വേഗം പറയുന്നത് ഒരു വരെയും വന്ന് പറയാം, അപ്പം സാരല്ല ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ കയറിക്കോട്ടെ എന്ന് പറയലാണ്. പക്ഷെ ഇവനെ പുറത്താക്കിയപ്പോൾ എനിക്ക് കയറ്റണം എന്ന് പറയാൻ തോന്നിയില്ല. ഇവനെ എടുക്കാൻ വേണ്ടി ഉമർ വാഫഖി തങ്ങൾ വന്ന് പറഞ്ഞു. പിന്നെ PV മുഹമ്മദ് MLA. അപ്പോൾ മുഹമ്മദിനോട് ഞാൻ പറഞ്ഞത്, ഇജി നിയമസഭയിലെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ ഇജി വന്ന് പറയണ്ടെന്ന്. അങ്ങനെ ഓൻ്റെ നാട്ടിൽ നിന്ന് ആൾ വന്നു. എന്നിട്ടൊന്നും ഞാൻ തിരിച്ചെടുത്തിട്ടില്ല. പിന്നെ ഓന് കുറേ കാലം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായി. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഷെയ്ഖുനാൻ്റെ ഒരു അസുഖം ഉണ്ടാവും, അത്രേ ഞാൻ പറഞ്ഞോളൂ. ഓൻ പ്രസംഗിക്കണിപ്പോൾ അങ്ങനെയല്ല, ഓൻ ധാരിമിയായി, വികാരിയായി, അച്ഛനായി, മുസ്ലിങ്ങളെ അച്ഛനായി, ഞാൻ മുസ്ലിങ്ങളെ വികാരിയായി എന്നൊക്കെ പറയുന്നുണ്ട്, കപ്പ്യരായി എന്നൊക്കെ ഓൻ പറയുന്നുണ്ട്. ഓൻ പള്ളിയിൽ കപ്പ്യരായി എന്ന് പറയില്ല, അത് താഴ്ന്ന പണിയാണല്ലോ ഓൻ്റെ ഭാഷയിൽ. അപ്പോൾ അതിനേക്കാൾ വലിയ ഗ്രേഡുള്ളതൊക്കെയാണ് ഓൻ പറയൽ. അതെന്തോ ആവട്ടെ. അപ്പോൾ ഇവനെ ശിവൻ അവിടുന്ന് പുറത്താക്കി.
ജമാഅത്തെ ഇസ്ലാമിൻ്റെ KN ഇബ്രാഹിം, വലിയ പണ്ഡിതൻ്റെ മോനാണ് KN ഇബ്രാഹിം. ഇബ്രാഹിമിനെ ഒരു പെടുന്നനെ അവിടുന്ന് പുറത്താക്കുന്നുണ്ട് പട്ടിക്കാട് നിന്ന്. അവനോട് പറഞ്ഞാൽ നിന്നിലെന്തോടാ ബിദ്അത്തിന്റെ ഒരു സ്വഭാവം കാണുന്നുണ്ടല്ലോ, ഇവിടെ പറ്റൂലെന്ന്. പോയി പോയ ജമാഅത്തെ ഇസ്ലാമി നേതാവായില്ലേ. നന്ദി പട്ടിക്കാട് പരീക്ഷയ്ക്ക് സെലക്ഷന് വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുത്തനെ നോക്കിയിട്ട് പറഞ്ഞു, ഇജ്ജ് ഇവിടെ വേണ്ട, ഇജ്ജ് പോയിക്കോന്ന്. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്. ഇതാണ് ഫറാസത്ത്. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്നതായ അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്. മനുഷ്യരിലുള്ളതായ ചില പ്രത്യേകമാവുന്ന എഴുത്തുകളുണ്ട്. അത് സാധാരണ എഴുത്തിൻ്റെ സ്വഭാവത്തിലല്ല. ആ എഴുത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും. ആ എഴുത്ത് പഠിച്ചണം ആദ്യം. എഴുത്ത് പഠിച്ചാൽ എങ്ങനെ? അതാണ് തഖ്വനെ വർദ്ധിപ്പിച്ചെടുക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാം. ഇതായിരുന്നു ചുരുക്കത്തിൽ ശൈഖുനാ ശംസുല്ലമായി ഖദ്ദസല്ലാഹ്. ഇനി ഒരുപാട് പറയാണ്ട്. ശൈഖുനാനെ പറ്റി പറയുമ്പോൾ എനിക്ക് 1000 നാവ് കൊണ്ട് പറയാൻ പറ്റും. എന്നോട് ബന്ധപ്പെട്ടതല്ലാത്ത, എന്നോട് ബന്ധപ്പെട്ടത് ഒരുപാടുണ്ട്. അത് ഞാൻ പറയണില്ല. അത് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വലുതാകാമെന്ന് വിചാരിക്കും. എനിക്കങ്ങനെ പറഞ്ഞ് വലുതാവേണ്ട ആവശ്യമില്ല. എന്നെ മൂപ്പര് വലുതാക്കേണ്ട വരിക്കൊക്കെ വലുതാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനവിടെ നിർത്തുകയാണ്. അപ്പോൾ ശൈഖുനാനോട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ 1000 കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ശൈഖുന ഓരോ കിതാബ് ഓതി തരുമ്പോഴും തഫ്സീർ ഓതി തരുമ്പോൾ മൂപ്പര് മുഫസ്സിറാണെന്ന് തോന്നും നമുക്ക്. ഞാൻ പറയുന്നത് ലൗ യഈഷു ഫീ സമനിൻ ആശത്ത് ഫീഹിൽ അഇമ്മത്തുൽ അർബഅ. അവർ ജീവിച്ച കാലഘട്ടത്തിലാണെങ്കിൽ അക്കാന മുസ്തഖിലൻ ബി മദ്ഹബിൻ ക മദ്ഹബിഹിം എന്നാ പറയുക. അവരെ മദ്ഹബ് പോലത്തെ ഒരു മദ്ഹബ് മൂപ്പര്. ഇപ്പോൾ മുജദ്ദിദാണെന്ന് എല്ലാവരും സമ്മതിച്ചില്ലേ. ഓരോ നൂറ്റാണ്ടിലൊരു മുജദ്ദിദ് ഉണ്ടാവും. ആ മുജദ്ദിദായിരുന്നു. മുജദ്ദിദ് മാത്രമല്ല, മൂപ്പര് വിലായത്തിൻ്റെ ഉയർന്ന ദർജ കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു, ബഹുമാനപ്പെട്ടവർ. മൂപ്പര് തന്നെ പറയലുണ്ട്, കുത്തുബീങ്ങളിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ തങ്ങന്മാരിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. തങ്ങന്മാരിൽ അതിന് പറ്റുന്നവരൊന്നും ഇല്ലെങ്കിൽ അല്ലാത്തവരിന്നും ഉണ്ടാവാം. ഈ വാക്ക് മൂപ്പരെ പറ്റിയാണോ എന്ന് നമ്മൾ സംശയിക്കണം. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി മൂപ്പര് പറയലുണ്ട്, കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനാണ് തങ്ങളെ. വരക്കൽ മുന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുത്തുബീങ്ങളിൽപ്പെട്ട ഇന്ന വകുപ്പിൽപ്പെട്ട ആളാന്നുള്ളത് ഞാൻ പറയണില്ല എന്ന് പറയും. അത് മൂപ്പർക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, മൂപ്പർക്ക് അത് അറിയും. ശൈഖുനാനെ പറ്റി നമ്മൾ പറയുന്നത് കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനാണ്, പക്ഷെ ഇന്ന വകുപ്പിൽപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ പറയണില്ല എന്ന്. അത്രേ ഉള്ളൂ. ശംസുലുലമ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി കുത്തുബീങ്ങളിൽപ്പെട്ട ആളാന്ന് പറഞ്ഞു. അത് ഇന്ന വകുപ്പിൽപ്പെട്ട കുത്തുബുൽ ഖറിയാണോ അല്ലെങ്കിൽ കുത്തുബുൽ സമാനാണോ അല്ലെങ്കിൽ കുത്തുബുൽ അഖ്താബാണോ എന്നൊക്കെ ഉണ്ടല്ലോ. അത് മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടല്ല, മൂപ്പര് പറയണില്ല എന്ന് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ശൈഖുനാനെ പറ്റി ആ തങ്ങളൊക്കെ കാലഘട്ടത്തിൻ്റെ ശേഷം മൂപ്പര് കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു. പക്ഷേ കുത്തുബീങ്ങളിൽപ്പെട്ട ഏത് വകുപ്പിൽപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അതേ ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ ബഹുമാനപ്പെട്ട. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമായി ഖദ്ദസല്ലാഹ് അവരതാണ് ശൈഖുന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൽമിൻ്റെ എല്ലാ മേഖലകളിലും വലിയ പണ്ഡിതനായി എല്ലാവരും അവരെ പാണ്ഡിത്യം അംഗീകരിച്ചു. അവരെ മുന്നിൽ ഒരാൾക്ക് വന്നിട്ട് അവർ കൊടുത്തൊരു ഫത്വക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ മൂപ്പര് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട കണ്ണിത്ത് ഉസ്താദ് കൂടി ഏൽപ്പിച്ചതാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്നവരെ കയ്യിൽ. അപ്പം ഇന്ന് അതിന് നേതൃത്വം നൽകുന്നവരാരാണെങ്കിലും അവരൊരു മദത് നമ്മളെ പിന്നിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ മദത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ഒരു ഫത്വ ഇതുവരെ മാറ്റി പറയേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഫത്വ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 അംഗങ്ങളുള്ളതാണ്. എന്നാൽ ഈ ഫത്വ കമ്മിറ്റിയിൽ വരുന്ന ചില സ്വാലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രയാസപ്പെട്ടതായി. എന്നാലും ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ ഇവർ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നു, അല്ലെ ഇന്നോ കിതാബിൽ ഇന്നോടത്ത് മറിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ അവിടെ അതിൻ്റെ നസ്സായി സ്പഷ്ടമായിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിലും അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്ന് നമുക്ക് തോന്നും. അത് എന്തുകൊണ്ടാണ്? ഇവരെ ഈ സഹായമാണ്. ഇതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ. അവരെ നമ്മൾ ഉസ്താദിയത്തില്ലെങ്കിൽ ഞാൻ മൂപ്പരോട് മഹല്ലിൻ്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല മൂപ്പര ദർസിൽ 3 ദിവസം ഉമ്മത്തൂർ പോയി ഓതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉസ്താദ് തന്നെയാണ് ശൈഖുനാനെ പോലെ തന്നെ നമ്മൾ ഉസ്താദ് തന്നെയാണ്. കണ്ണിത്ത് ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ അറിയാം, മൂപ്പര് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായിരുന്നു. മൂപ്പരെ ബാഹ്യമായ ആ പ്രകടനം തന്നെ അങ്ങനെയാണ്. ഒരു വലിയാണെന്ന് കാണിക്കല്ല, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ വലിയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയമല്ല. മൂപ്പരൊരു മുഖ്ലിസായ ശരിയായ ഒരു മനുഷ്യനെന്ന് മൂപ്പർക്ക് ഉള്ളും പുറവില്ല എന്നറിയില്ല നമ്മൾ. അപ്പോൾ മൂപ്പരൊരു വലിയായിട്ട് തന്നെയാണ് ജനങ്ങളൊക്കെ മൂപ്പരെ കണ്ടുവന്നത്. അവർ വലിയ തന്നെയായിരുന്നു അവരും. അത് രണ്ടും വ്യത്യാസമുണ്ട്. ശൈഖുനാ ശംസുലുലമ വിലായത്തിൻ്റെ ഏറ്റവും ഉയർന്ന മർത്തബയിലെത്തിയ ആളാണ്. കണ്ണിത്ത് ഉസ്താദ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു. കണ്ണിത്ത് ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞൂടെ. അവരെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം ഞാൻ ഉമർ ബിൻ ഖത്താബിൻ്റെ ഈ ചരിത്രം പറഞ്ഞതുപോലെ മൂപ്പരൊരിക്കൽ ഒരു പുര കുടിയിരിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചുകൊണ്ടേ.
അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് ഈ പൊരൻ്റെ മുറ്റത്ത് എന്നിട്ട് എത്ര റുപ്യായി ഇടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അന്നത്തെ കാലത്ത് കുറച്ച് വലിയ സംഖ്യ ആയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ ഗൾഫിലാണ്. ഗൾഫിൽ എത്ര കൊല്ലം? 10 കൊല്ലം. എന്നാൽ 10 കൊല്ലത്തെ ശമ്പളം കണ്ട് കണക്കൂട്ടിന്ന് പറഞ്ഞു. അത് കണക്കൂട്ടിച്ച് അതിൻ്റെ ഇന്ത്യൻ പൈസ എത്രയായി എന്ന് ചോദിച്ചു. അതും കണക്കൂട്ടിച്ചു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, എൻ്റെ പൊരക്കെത്രയായി? ആ പൊരക്കുള്ള പൈസ പതിയത്തായി. എൻ്റെ പൊരക്കൊക്കെ കൊടുത്തത് കീക്ക് എന്ന് പറഞ്ഞു. അത് കൊടുത്തു നോക്കുമ്പോൾ ഒരു 6-7 ലക്ഷമൊക്കെ ഉള്ളൂ. അപ്പം ഇതിന് തയ്യിലത്. അപ്പം ഈ ബാക്കി പൈസ എവിടുന്ന് ഉണ്ടാക്കിയത്? അപ്പം ഇപ്പം മിണ്ടണില്ല. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഈ കട്ടീനടോന്ന് ചോദിച്ചു. ആ പീടിയിൽ നിന്ന്, അവിടെ ഒരു കടിയിലാണ് പണിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് കട്ടീനാന്ന് ചോദിച്ചു. അതല്ലെങ്കിൽ ഈ ലോൺ എടുത്തോന്ന് ചോദിച്ചു. ഇവൻ രണ്ടിനും ഉത്തരം പറഞ്ഞില്ല. അപ്പം ആ ചാവി ആണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തുറന്നു തരാൻ കന്യാത്താമീനെ കിട്ടൂല, ഈ ഒരു പണി ചെയ്തോ, ഇത് വേറെ ആരെക്കൊണ്ടേയും തുറപ്പിച്ചോ, ഞാൻ പോവാണെന്ന്. അവൻ കൊടുന്ന് അവൻ്റെ കാറിലും കയറിയില്ല തിരിച്ചു പോകാൻ. മൂപ്പര് അറിയുന്ന ഒരു ഒരു തേങ്ങ കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാളോ വണ്ടി കയറിയിട്ടാണ് പോയത്. നമ്മളൊക്കെ എങ്ങനെ? നമ്മളോട് ഇപ്പോൾ കുടിയിരിക്കൽ വന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചോദിച്ചാൽ, എൻ്റെ പെര വലിയ പെരയാണോ? ആ. ഗൾഫിൽ എന്താ അവിടെ കച്ചവടമൊക്കെ ആണേക്കാറില്ലേ? ആ. എന്നൊരു പണി ചെയ്യുക, പിന്നെ എന്നാൽ ഞാൻ തന്നെ വരാമെന്ന് പറയും. ചെറിയ പെരയാണ്, മോശമൊക്കെ ആണെങ്കിൽ അത് അവിടുന്ന് കുട്ടികളാരെയും വിളിച്ചോ, അല്ലെങ്കിൽ മൊല്ലാക്കാനെ മുക്കുരിച്ചാനെ ആരെയും വിളിച്ചോ എന്നാ പറയുള്ളൂ. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഞാനല്ല കേട്ടോ, ഞാൻ കുടിയിരിക്കലിന് പോകാനില്ല. ഞാൻ പ്രത്യേകിച്ച് നമ്മളെ ഈശ്വരന്മാരൊക്കെ വിളിച്ചുമ്പോൾ സുബൈൻ്റെ ആ വക്തിന് പോകാതെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കടന്നു പോരുക എന്നല്ലാതെ ഞാൻ പോകാനില്ല. എനിക്ക് ആ നേരത്ത് പോകാൻ കഴിയൂല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ആലിമ്യങ്ങളൊക്കെ അവിടേക്ക് എത്തിപ്പോയോന്ന്. ഇന്നൊരു ആലിമിനെ വിലയിരുത്തുന്ന മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, അയാളെടുത്ത് റാഡ വാച്ചുണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ വാച്ചുണ്ടോ എന്നാണ്. ആ റാഡഞ്ഞ് ഡൂബിളി ആയാലും മതി. അതാണ് ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാറ് വലുതാണോ ചെറുതാണോ എന്ന്. മൂന്നാമത്തത് ഫോൺ വലുതാണോ. ഇന്നെ തന്നെ ഒന്നാൾ കുട്ടികൾ കളിയാക്കാണ്. എന്താ 2 കുട്ടികൾ ഏതാ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഇയാളെ അടുത്തുള്ള ഫോൺ ഇപ്പം ഇങ്ങനെ? നമ്മൾ ഉസ്താമാരെ അടുത്തുള്ള ഈ 3G ക്രൂജി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫോണാണ് പോലെ ഉസ്താമാരെ അടുത്തുള്ളത്. നമ്മൾ ഈ ചെറിയ ഫോണായപ്പോൾ ഒരു വലിയൊരു മൂല്യതല്ലാതെ ആയി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു വലിയൊരു ആലിമാണെന്നുള്ളത് വിലയിരുത്തുന്നതായ അതിൻ്റെ മാനദണ്ഡങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. പെര വലുതാണോ, അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് വലിയ വില പിടിച്ചതാണോ, കാറ് വലുതാണോ, വാച്ച് വലുതാണോ, ഫോൺ വലുതാണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കാണപ്പെടുന്നത്. അപ്പം അതാണ് കണ്യത്തുസ്താദ് എന്ന് പറഞ്ഞത്. അവർ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. കാരണം അതൊരു സംശയമുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ഹറാമ് വന്ന് ചേർന്നിക്കണമെന്നുള്ളൊരു സംശയം ഉണ്ടായത് കൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവർ ആ വീട്ടിൽ കയറിയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് കണ്യത്തുസ്താദ്, ഇതാണ് വിശുദ്ധി. ഈ വിശുദ്ധിയായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നമ്മളെ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ പൂർണ്ണമായിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച മഹാന്മാരായിരുന്നു അവരൊക്കെ. അവർ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല ഇവിടെ എന്തായത് ദീൻ പ്രചരണത്തിന് പോയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പത്തെ ജോയിന്റ് സെക്രട്ടറി KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവർ കൊയിലാണ്ടി അടുത്തൊരു ഗണന പ്രസംഗത്തിന് പോയി. ഗണന പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ അവരൊരു കവർ എടുത്തു. കവർ മൂപ്പരെ ബെൽറ്റിൻ്റെ ഉള്ളിൽ വെച്ചും ചെയ്തു. സമസ്തൻ്റെ പിന്നെ ചേളാരി ഓഫീസിൽ വന്നപ്പോൾ മൂപ്പർക്ക് വേണി അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് കീസിയിൽ വെക്കുമ്പോൾ പൈസ ഇല്ല, തീരുമില്ല. ചായ അവിടുന്ന് ഓഫീസിൽ നിന്ന് കുടിച്ചതിന് ശേഷം നാട്ടിൽ പോകണം. അപ്പോൾ മൂപ്പര് ഈ കവർ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഈ കവറിൽ 5 ഉറുപ്പ്യ ഉള്ളൂ. നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും വരണമെന്നുണ്ടെങ്കിലും 10-15 ഉറുപ്പ്യ ആവും. അവിടുന്ന് കൊയിലാണ്ടിയിൽ നിന്ന് അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് പോകാനും വരാനും 10-15 ഉറുപ്പ്യ ചായയൊക്കെ അടക്കം. പക്ഷേ മൂപ്പരെടുത്ത് ആകെ 5 ഉറുപ്പ്യ ബല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് പിന്നെ തിരിച്ചു പോയാ അതവിടെ കൊണ്ടുപോയിട്ട് കൊടുത്ത എന്താടാ ഈ 5 ഉറുപ്പ്യ തന്നാൽ മതിയോ? ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്, എനിക്ക് വലിയ കവറാണ് തരേണ്ടത്, എൻ്റെ നാട്ടിലേക്ക് പോകാതില്ല. ഇത് പോയി പറഞ്ഞോ? ഇത് പറയണവരല്ല നമ്മളെ ആലിമീങ്ങളെന്ന് അതാ പറഞ്ഞത്. അതാണ് നമ്മൾ വിശുദ്ധിയുടെ 90 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെട്ട് 90 വർഷമായി. ആ 90 വർഷത്തെ വിശുദ്ധിയെ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. കാരണം അതിൻ്റെ മുമ്പുള്ള വിശുദ്ധി പറയേണ്ട ആവശ്യമില്ല. അത് ആ പൂർണ്ണമായി വിശുദ്ധി ഉണ്ട് എന്ന് അംഗീകരിക്കപ്പെട്ട ആളുകളിൽ നിന്നിട്ടാണ് നമ്മളിത് ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ഈ 90 വർഷത്തെ ഭാരം ഈ കാലഘട്ടത്തിലുള്ള നമ്മളെ വിശുദ്ധിയെ പറയേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് വിശുദ്ധി തന്നെയാണ്. ഇതിൻ്റെ മുൻകൈ അവരാ വിശുദ്ധി കൊണ്ടിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനത്തിന് ജനങ്ങൾ അംഗീകരിച്ചത്. ജനങ്ങൾ ഇതിനെ ഹൃദയത്തിലേക്ക് ഏറ്റി. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 99.5% മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സംഘടനയല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് വിട്ടു നോക്കടോ. അപ്പം അതിൻ്റെ കാര്യം അറിയും.
എല്ലാവരും ഈ വലുതാവുന്നുണ്ടല്ലോ, അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ലേബലിലാണ്. അതിന് ഒഴിഞ്ഞു നോക്കുക, അപ്പം അറിയാം അതിൻ്റെ കാര്യം. ഒരു മനുഷ്യനല്ല അതിനെ നായിട്ട കാലം എന്ന് അറിഞ്ഞിക്കണം, അതേമാതിരിക്കാവും, ആരും തിരിഞ്ഞു നോക്കാണ്ടാവില്ല. അപ്പം അത് ആര് എത്ര വലുതായി പർവ്വതീകരിച്ച് ആരെന്ത് കൊണ്ടുവന്നാലും നമ്മൾ ഈ വെറുതെ നമുക്കൊക്കെ തരാറുണ്ട് ഈ ആവശ്യമില്ലാത്ത പിന്നെ ഇതുണ്ടല്ലോ ഈ പിന്നെ വിശേഷണങ്ങൾ ഓരോരോ ആളുകളെയും ഒരാളിലുള്ളത് പറയണമെങ്കിൽ തിരക്കിടില്ല. ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കുറച്ചൊക്കെ പറയേണ്ടത് പറയണം, അല്ലാതെ ഈ വെറുതെ ഇങ്ങനെ ഓരോ ആളുകളെയും വെറുതെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് വെറുതെ കയറ്റിക്കൊണ്ടേ ആവശ്യമില്ലാത്ത പറഞ്ഞ് പൊന്തിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെയൊന്നും വളർത്തേണ്ടതല്ല ഈ സംഘടന. ഈ സംഘടന അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് വളരൂലേനും. ഇതൊക്കെ വളർത്തേണ്ടവർ അതിൻ്റെ വിശുദ്ധമായ സ്വഭാവത്തിൽ അതിനെ വളർത്തിയിട്ടുണ്ട്. അതാ ഞാൻ നാളെ തൃശ്ശൂര അല്ല ഇവിടെ എന്നത് ആലപ്പുഴ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ നമ്മളൊരു ഈശ്വന്മാരിൽപ്പെട്ട ഒരുത്തന്നെ ഓങ്ങനെ പറയാൻ എന്നെ പറ്റി എന്താ പറയണമെന്ന് പറഞ്ഞാൽ അത് ഇത് കുത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു പൊന്നാരി ചങ്ങയ്യ ഒന്ന് നിർത്ത്, ഞാൻ പറഞ്ഞെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പം എന്താണെന്നറിയാം. അയാൾ പറഞ്ഞു ആയിരം ഉസ്താദന്മാർ ആയിരം ഉസ്താദന്മാരുടെ ഉസ്താദ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പറഞ്ഞാൽ വേറെ ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഒഴിവാക്കിക്കാളെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യമില്ലാത്ത വർണ്ണനകൾ നമ്മൾ ഉപേക്ഷിക്കുക. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന ഈ മഹാന്മാർ, ഇവരൊക്കെ ഔലിയാക്കന്മാർ, അവരാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കണ്ണിത്തുസ്താദിനെ പറ്റി ഇനിയൊരുപാട് പറയാണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വളർത്തിയെടുത്ത സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ 90-ാം വാർഷികം അടുത്ത് ആലപ്പുഴ 11, 12, 13, 14 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുത്ത് അതിനെ അത് അർഹിക്കുന്നതായ നിലക്ക് ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് പിന്നെ ഉണവള്ളി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടി? അപ്പോൾ ഉണർത്തിക്കൊണ്ടിട്ട് പിന്നെ ഈ സംഗമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ.